ഹലോ ഗൈസ്, എല്ലാവർക്കും എക്സ്ട്രാ ലൗഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. ഒരു ഡയലോഗ് പറഞ്ഞ് തന്നെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. മലയാളത്തിന്റെ ലാലേട്ടൻ തുടരും. എന്താണെന്നറിയില്ല, എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ഡ് ആണ്. കാരണം എടാ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താ പറയാ, എനിക്ക് പറയുമ്പോ തന്നെ ആ ഒരു വികാരം, ആ ഇമോഷൻസ് ഒക്കെ. ഇതൊരു റിവ്യൂ സംഭവമല്ല. ഇതിനെ പറ്റി നമുക്ക് മറ്റേ ഇത് കാണണോ കാണണ്ടേ അതൊന്നും ഇതിന്റെ അകത്ത് ഇനി പറയാണ്ടില്ല. ഇനി അതിനെ പറ്റിയിട്ട് അതെ അതിന്റെ കാര്യമൊന്നുമില്ല. നേരെ ടിക്കറ്റ് എനിക്ക് എടുക്കുക, തോന്നുന്നു കാണുക. അതെ, കാണുക, അത്രേ ഉള്ളൂ. അതാണ്. എനിക്ക് തോന്നുന്നു മെയിൻലി ഞാൻ പറയട്ടെ, റിവ്യൂ ഒക്കെ മെയിൻ ആയിട്ടുള്ള റിവ്യൂവേഴ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ജസ്റ്റ് നമ്മുടെ ഞങ്ങൾക്ക് സന്തോഷം, എന്താണ് നമ്മുടെ സന്തോഷം. സന്തോഷം. എനിക്ക് സംസാരിക്കാം, നമുക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. വാചാലമാവുക എന്നുള്ളതൊക്കെ അത്രേ ഉള്ളൂ. കാരണം കുറെ നാൾക്ക് ശേഷം പറയാനായിട്ട് ഒരുപാട്, ഒരു സിനിമയിൽ നിന്ന് പറയാനായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്താണ് എന്ന് പറയാനായിട്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അല്ലെ സികെ? അത് തന്നെ, അങ്ങനത്തെ ഒരു സാധനം കുറെ കാലമായിട്ടുള്ള ഒരു ഐറ്റമാണ്. എനിക്ക് പിന്നെ ഈ പറഞ്ഞില്ലേ, എനിക്ക് FDFS കാണാൻ പറ്റി, അതിന്റെ സന്തോഷം. ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും അന്നിവിടെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ടിപ്പിക്കൽ ഫാമിലി പടം, അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ അത്രയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുമെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു സത്യനന്ദിക്കാടിൻ്റെ ഒരു പടത്തിലൊക്കെ എന്താ പറയുക, അതിലൊക്കെ കണ്ടിരുന്ന വെച്ചാൽ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ്റെ ഒരു ഭ്രാന്ത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഓർത്തുള്ളു. പക്ഷെ ഇത് എന്താ പറയുക, സകല പ്രതീക്ഷയും അതിനപ്പുറത്തേക്കുള്ളൊരു ഐറ്റം. അതെ, സത്യം പറയുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാട്ടോളാ. എനിക്ക് ടിക്കറ്റ് കിട്ടുമായിരുന്നു. ബാംഗ്ലൂര് തിയേറ്റേഴ്സ് കുറച്ച് ആദ്യം, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ തിയേറ്റേഴ്സ് കുറവേ വന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും തിയേറ്റേഴ്സ് ആഡ് ഓൺ ആയി. ഞാനത് കാരണം 10 മണിക്ക് വർക്കുള്ള കാരണം 10 മണിയുടെ ഷോയ്ക്ക് പോയി. ഇപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ ഒരു റിവ്യൂ അല്ല. ഞങ്ങൾ ഇതിന്റെ അകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, സിനിമ കണ്ടവര് മാത്രം കണ്ടാൽ മതി. അതെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, ഇനി അങ്ങോട്ട് ഇതാണ്, ഇത് കാണണോ വേണ്ട എന്നൊക്കെയുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പോവുക, കാണുക, എടുക്കുക, അത് അത്രയൊക്കെ ഉള്ളൂ. എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടുകാരായിട്ട് പോയി എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. ഇതിപ്പോ കണ്ടവർക്കെല്ലാം നിങ്ങൾക്ക് കേട്ടിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു രസിക്കാം. നിങ്ങൾക്ക് നമ്മൾ സംസാരിക്കുമ്പോ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് അതെ, സത്യം, അതെ, അതൊരു രസമാണ്. അപ്പൊ അങ്ങനത്തെ രസമാണ് ഈ അങ്ങനത്തെ അതൊരു രസമാണ്. അതെ, ഈ പോഡ്കാസ്റ്റ് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തോന്നിയ വിഷയങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. അപ്പൊ തുടരും എന്താല്ലേ, ആ വാക്ക് തന്നെ തുടരും. ആ വാക്കിൽ തന്നെ അല്ലേ, അല്ലടാ, ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഞാൻ എന്തെന്നാണ് പഴയ ഒരു ലാലേട്ടനെ കണ്ട സന്തോഷം. പഴയ ആ ഒരു സാധനം അത് തിരിച്ച് വന്നതിൻ്റെ ഒരു സമാധാനം, സന്തോഷം. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഹാഫ് തീരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പൊ ഒരു സിഗ്നൽ കിട്ടി. അപ്പൊ എന്തൊക്കെയോ ഒരു ഐറ്റം ഇവിടെ വരുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പുറത്ത്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചോണ്ടിരിക്കുക, എന്തായിരുന്നു ഇങ്ങനെ മെസ്സേജ് പറയിട്ടേക്കുക. അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു സാധനം ഇപ്പം നടക്കും, കുറച്ചും കൂടെ നോക്കട്ടെ, എന്നിട്ട് എന്താ കാര്യമെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നെ നടന്നത് അറിയാലോ. അതെ, സത്യം. ഞാൻ തുടക്കമൊക്കെ നമുക്ക് ആദ്യമൊക്കെ കുറെ പഴയ ലാലേട്ടനെ കിട്ടി. എന്ന് വെച്ചാൽ ആ ഫാമിലിയുടെ അതെ, നമുക്ക് ചില സാധനങ്ങളൊക്കെ പഴയ എന്താണ് കാണുന്നത്, ചിരി, ആ മറ്റേ നമ്മൾ പറയുകയാണെങ്കിൽ, അതെ,
മറ്റേ എന്താണ് കാറിൽ വരുമ്പോഴത്തേക്കും കഥ പറയില്ലേടാ, മറ്റേ തള്ള് തള്ള് പറയണ സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ലാലേട്ടന്റെ ചെറിയ സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞ നീ ആനനെ കണ്ടിട്ടുണ്ടോ? അത് അതെ മാത്രല്ല അതൊക്കെ അതിൻ്റെ അകത്ത് ആ നോർമൽ പുള്ളിയുടെ മറ്റേ സ്ഥിരം ആയിട്ടുള്ള ഫാമിലി പരിപാടി അതൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ 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 പോകുമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇത് സത്യം പറഞ്ഞ ഇതാണ് കേട്ടോ ഫാൻ ബോയ് പരിപാടി എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മറ്റേ ഇങ്ങോട്ട് മറ്റേ എന്താ പറയുക ക്യൂട്ട്നെസ് അങ്ങനത്തെ സെറ്റപ്പ്, തമാശ അങ്ങനത്തെ സാധനങ്ങൾ, ഇമോഷൻസ് ഉണ്ട്, അതുപോലെ ആ ഒരു വെഞ്ചൻസ് അങ്ങനത്തെ ആ ഒരു സാധനങ്ങൾ, ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്. അതെ അതെ ഇവരൊക്കെ സിനിമയിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അതെ 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 സത്യം. വേറൊരു സാധനമുണ്ട്. അതായത് ആ പോലീസ് സ്റ്റേഷനിൽ എല്ലാം ഇടിയും കഴിഞ്ഞിട്ട് ആ ചില്ല് തകർത്തിട്ട് കേറി വന്ന അതിന് മുമ്പ് വേറൊരു സാധനം ഉണ്ട്. ആ ഒരു തോർത്തെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കുന്ന അതിനു മുമ്പ് വേറൊരു സാധനമുണ്ട്. ആ ഒരു ഗ്രില്ലിന്റെ ഷാഡോയുടെ ഫ്രെയിമിൽ ഇങ്ങനെ വരുന്നൊരു സാധനമുണ്ട്. എന്റെ പൊന്നോ, അത് കണ്ടപ്പോ തന്നെ ഞാനോർത്ത് ഇത് മാസ് എലിവേഷനൊക്കെ ഇവിടെ നിൽക്കുവാന്നോർത്ത്. പക്ഷെ അയാൾ അത് അവിടെ നിർത്തിയില്ല. നമ്മളെ സ്റ്റേഷനില് ഫൈറ്റ് നമ്മളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എന്ന് വെച്ചാ വരട്ടെ വരട്ടെ, ഇപ്പൊ കിട്ടണോ നിനക്ക്, ഇപ്പൊ കിട്ടണോ. അതാ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം അങ്ങനെ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അതെ 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 അതായത് നമ്മള് ആ സാധനം നീ പറഞ്ഞത് തന്നെ. അതായത് ഇതാണ് നടക്കാൻ പോണേന്ന് നമുക്കറിയാം. അത് ഒട്ടും വൈകണില്ല, സാധനം കിട്ടി. നമ്മളെന്ത് ഉദ്ദേശിക്കുന്നത് അത് തന്നെ വരുമ്പോഴത്തേക്ക് അതെ ഇങ്ങനെ അത് ചിലവന്മാര് പറയും പ്രഡിക്റ്റബിൾ ആണെന്ന്. ഒന്നുമല്ല. അത് സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് ഇന്ത്യൻ ടീം ഇന്ന് ജയിക്കണം, അതുപോലെ ഇന്ന് സച്ചിൻ സെഞ്ചുറി അടിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുകയില്ലേ. അതുപോലത്തെ ഒരു സംഭവമാണ് ഇത്. ഇത് ഇവന്മാർക്ക് കിട്ടണം, ഇവന്മാർക്ക് 4 കിട്ടണം. അതെ അതെ കിട്ടണം. ആ സാധനമാണ്. അത് എനിക്ക് ഞാൻ പറയണ തരുൺമൂർത്തി അത് ചൂടാറാതെ തന്നെ നമ്മുടെ കയ്യിലേക്കാണ് ആ സമയം അല്ലേ. അത് നമ്മൾ എന്താണ് വിചാരിച്ചത്, അയാള് ചുമ്മാ പൊളിച്ചത്. ഇതാണ് ഫാൻ ബോയ്, ഇങ്ങനെയാണ് പരിപാടികൾ ചെയ്യുന്നത്. അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞായിരുന്നു, രാജുവേട്ടന്റെ കാര്യം ഞാൻ അന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു പോഡ്കാസ്റ്റിൽ നിന്ന്. അതുകൊണ്ടല്ല, അത് വേറെ നമ്മളിതൊക്കെ പറഞ്ഞിരുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ കട്ട് ചെയ്തെന്ന് തോന്നണേ. നമ്മള് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇടയിൽ കിടന്ന് പറഞ്ഞോണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു അന്ന്, ലൂസിഫർ ഈസ് എ അടിപൊളി സിനിമ. പക്ഷെ അതൊരു ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് കാണിച്ചതുകൊണ്ട് ഫാൻ ബോയ് എന്നുള്ളൊരു സെറ്റപ്പ് ആവൂട്ടല്ലോ. അതെ സത്യം. ഇപ്പൊ ഞാനതാ പറഞ്ഞ, ഇപ്പൊ തരുൺമൂർത്തി തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതെനിക്ക് തോന്നുന്നു എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തത്. അതായത് തരുൺമൂർത്തി പൃഥ്വിരാജിനെ ഈ ലൂസിഫറിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കും തീ അയച്ചു. എനിക്കിപ്പോ പേടിയാവണോന്നും പറഞ്ഞു. അപ്പൊ തരുൺമൂർത്തിക്ക് പൃഥ്വിരാജ് തിരിച്ചയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് തുടരുമില്ല ലാലേട്ടനെ കാണാനാണ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് സത്യ. പക്ഷെ അത് സത്യല്ലേ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഈ സിനിമയിലെ ലാലേട്ടനെ കാണാൻ തിരിച്ചെത്താൻ തന്നെയല്ലേ. പുള്ളി അങ്ങനെ പലതൊക്കെ പറയും, അത് നമ്മള് ഇതൊരു ചെറിയ സിനിമയാണ്, ഇതൊരു വലിയ സിനിമയാണ്, അതൊക്കെ പുള്ളി അങ്ങനെ പലതും പറയും. എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട ഒരു ഇമോഷൻ സീൻ എന്ന് പറയുന്നത് വണ്ടി മറ്റേ അല്ല എനിക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ അമൽ ഡേവിസ്, അതായത് സംഗീത് വന്നപ്പോഴത്തേക്ക് ഇവനോ സംഗീതിന്റെ കുറെ തമാശയൊക്കെ എനിക്ക് ഇച്ചിരി അല്ല അതൊന്നുമില്ല. പക്ഷെ ഇവന്മാര് വണ്ടി ഓടിച്ചോണ്ട് പോയിട്ട് ലാലേട്ടൻ വന്നിട്ട് ഒറ്റ അടി അടിക്കണ സാധനത്തിൽ തന്നെ അവിടെ തന്നെ നമുക്ക് ആ സാധനം അവിടെ തന്നെ കിട്ടും. ലാലേട്ടൻ ഈ കാർ എന്ന് പറയുന്ന സാധനം അല്ലേ, അത് തുടക്കം തൊട്ടേ അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ട്രെയിലറിലൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അത് അതിൻ്റെ അകത്തൊരു പുതുമയൊന്നുമില്ല. എന്ന് വെച്ചാ ഇനി ഞാൻ പറഞ്ഞ എനിക്ക് ആ ഇമോഷൻ, അതായത് ആ വന്ന് അടിക്കുമ്പോ ആ സാധനം ശരിക്കും ഇമ്പാക്ട് ആയത്. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് സംഭവം രജിസ്റ്റേർഡ് ആയത് കാരണേ അതൊക്കെ അങ്ങനെ തന്നെ. കാരണം ഇതേ തൊട്ടിട്ടുണ്ടെ പുള്ളിക്ക് ചൊറിയും, അതെന്തായാലും അവര് പറയുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതെനിക്ക് നേരത്തെ തന്നെ രജിസ്റ്റർ ആയി പോയൊരു സംഭവമാണ്. അതുകൊണ്ട് അതിലേക്ക് അങ്ങനെ വന്നില്ല. പിന്നെ അതുപോലെ മറ്റേ
എന്താ പറയുക, ഇവരുടെ മറ്റൊരു മാസ്റ്റർ മരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒരു നോർമൽ അങ്ങനെ 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 കണ്ടു പോവുകയായിരുന്നു. നമുക്ക് അങ്ങനെ അങ്ങോട്ടൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഒന്നും അങ്ങനെ വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇനി ഇമോഷണലി ഹുക്ക് ചെയ്യാനായിട്ട് പാടുപെടുമോ പക്ഷെ അതൊക്കെ വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെയാണ് ഇത് കത്തുന്നത്. സത്യം. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ബിൽഡപ്പിന് വേണ്ടി വെച്ചതാണ് എന്നൊക്കെ പിന്നെയാണ് വരുന്നത്. എനിക്ക് വേറൊരു സാധനം, അതായത് എനിക്ക് അതുപോലെ തന്നെ വേറൊരു സാധനം എന്ന് പറയുന്നത് കാടിന്റെ ഇടയ്ക്ക്, അതായത് ഇവര് മറ്റൊരു ബോഡി എടുത്തോണ്ട് പോകുമ്പോ ലാലേട്ടൻ ബാക്ക് സീറ്റ് ഇരുന്നോണ്ട് ടെൻഷൻ അടിച്ചോണ്ട് അത് നോക്കണോ കാണ്ട് കഴിഞ്ഞ് ഇതാവോ എന്നറിഞ്ഞിട്ട് അവിടുന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങ് പിന്നെ എന്റെ മോനെ അവിടെന്ന് ആ സാധനം, അതായത് കണ്ണ് അവിടുന്ന് അവസാനം ആ പേഴ്സ് എടുത്ത് നോക്കുന്ന ആ പോയിന്റ് വരെ നമുക്ക് ഒരുമാതിരി ഡിസ്കംഫർട്ട് ഉണ്ടാവും. കാരണം എടുത്തോണ്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെ മകനാണോ പക്ഷെ മകനാണ് നമ്മുടെ ഉള്ളിൽ പറയുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയും ആകല്ലേ. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ഡൗട്ട് തോന്നി, അർജുന അശോകനെ കാണിച്ചല്ലോ, അപ്പൊ ഇവൻ എന്തിനാ കാണിച്ചത്? അത് നമ്മുടെ ഒരു ഇത് തിരിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അവിടെ തിരിക്കാൻ വേണ്ടിട്ട്. അതെ പക്ഷെ ഞാനത് പക്ഷെ ഇത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സംഭവം ഞാൻ എന്റെ മൈൻഡിൽ നിന്ന് തന്നെ വിട്ടുപോയി. കാരണം അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇതിനിടയ്ക്ക് ഒരു കാമിയോ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഞാനീ പറഞ്ഞ പോലെ അയ്യോ നേരാണല്ലോ, അർജുന അശോകൻ ഇതിനിടക്കൊന്ന് വന്നു പോയായിരുന്നല്ലോ. അവിടുന്നാണല്ലോ നമുക്കിത് നമ്മളത്ര അവനെ ഇരുന്നിട്ട് നമ്മള് മീൻസ് അവനായിരിക്കും വിചാരിച്ചോണ്ടിരുന്നത്, അവനായിരിക്കും. പക്ഷെ അവനാണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കി ഇത് വരൂല്ല എന്ന് നമുക്ക് മൈൻഡിലുണ്ട്. കാരണം എനിക്ക് വേറൊരു ഡൗട്ടും വന്നു, ഇനി ഓൾറെഡി ആ കഥ പറയുമ്പോ പക്ഷെ ഫർഹാൻ ഫാസിൽ ഞെട്ടണുണ്ട്, അതിന്റെ ഇടയ്ക്ക് ബിനു പപ്പുവും പുറകിൽ നിന്ന് ഞെട്ടണുണ്ട്. ഇവൻ അതായത് നമ്മുടെ വില്ലൻ എന്റെ ആ ക്യാരക്ടർ, എന്റെ ആ പുള്ളി ആദ്യമായിട്ട് അഭിനയിക്കായിരുന്നു, എവിടെയായിരുന്നു ഇത്രയും കാലം പുള്ളി. പക്ഷെ പുള്ളിനെ ആദ്യം കാണിച്ച ഫ്രെയിമിൽ ഞാനോർത്ത് ഷമ്മിയാന്നാണ് കേട്ടോ ഓർത്ത്. ഷമ്മിത്തില് ഞാനങ്ങനെ ഓർത്ത് പുള്ളിയുടെ ഒറ്റ സാധനമുള്ളൂ, ഹലോ അല്ലേ, അത് പുള്ളി തന്നെ ഡബ് ചെയ്താണ്. ആ പുള്ളിയുടെ സൗണ്ട് മോഡുലേഷൻ എന്റെ പൊന്നോ കട്ടക്ക് നിന്നു, ലാലേട്ടന്റെ ഒപ്പം കട്ടക്ക് നിന്നിട്ടുണ്ട് പുള്ളി. ചില സാധനങ്ങളൊക്കെ അല്ലേ, എന്ന് വെച്ചാൽ ഒരു സർക്കാസ്റ്റിക് മോഡില് അതെ സർക്കാസ്റ്റിക് വെറുപ്പിക്കുക, അതാണ് സർക്കാസ്റ്റിക് മോഡിൽ സ്ഥിരം തെറി അതൊക്കെ നല്ല എങ്ങനെ വെറുപ്പിക്കുക, അതൊക്കെ അതിന്റെ ആ സംഭവത്തെ എങ്ങനെ ആ മീറ്ററിൽ. എനിക്ക് പക്ഷേ എനിക്ക് ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് രഞ്ജി പണിക്കറിന്റെ ഒരു ഡയലോഗ്, അതായത് ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴത്തേക്കും ചെറുതായിട്ട് രഞ്ജി പണിക്കറിന്റെ ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ്, പക്ഷെ പുള്ളി വെറുതെ ചെയ്ത് വെച്ച്, അതായത് പക്ക നമ്മുടെ ലാലേട്ടനൊപ്പം നിന്ന്. ബിനു പപ്പു പിന്നെ എന്താ പറയാ, പുള്ളിയും പരിപാടിയാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷെ ആരും അത് സത്യം. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് മത്സരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു സാധനം ഉള്ളതുകൊണ്ട് എല്ലാരും അതേ ശ്രദ്ധിക്കുന്നു. പക്ഷെ ബിനു പപ്പു കിടലം പരിപാടിയാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഞാൻ വേറെ കാര്യം പറയട്ടെ, ലാലേട്ടനെ പോലെ തന്നെ ആ ക്യാരക്ടർ, അതായത് ഷൺമുഖം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പോലെ തന്നെ പെട്ട് നിൽക്കണ ഒരാളും കൂടിയാണ് ബിനു പപ്പു. കാരണം അതെ അല്ലേ, അവൻ ഇടയ്ക്കിടയ്ക്ക് പറയണുണ്ട് നിങ്ങള് നാളെ റിട്ടയർ ആയിട്ട് പോകും, ഇത് കഴിയുമ്പോ ഇതെല്ലാം കൂടെ എന്റെ തലക്കിരിക്കും. അതെ, അപ്പൊ പറയണ സാധനം ഉണ്ട്, എടാ നിനക്കും വേണടാ തോളിലൊരു കനം. അതെ എനിക്ക് തോന്നുന്നു എഴുത്തിന്റെ അകത്ത് ഒരു ഡ്രാമ നന്നായിട്ട് കൊറേ മിക്സ് ചെയ്തിട്ടുണ്ട്. അവസാനാകുമ്പോഴത്തേക്കുള്ള സാധനമൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയൊന്നും ഓർത്തില്ലായിരുന്നു. ഇത് ഞാൻ ആ പോയിന്റിൽ ഓർത്ത് വെച്ചത് ഇവർക്കെന്തോ തട്ടുകേട് പറ്റി തട്ടിമുട്ടി എന്തോ ഇങ്ങനെ പറ്റിയതാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ചത്. ഞാനും വിചാരിച്ചത് പിടിച്ചപ്പോ കഞ്ചാവാന്ന് പറഞ്ഞു ആദ്യം വിചാരിച്ചു, ശരിക്കും ഫർഹാൻ ഫാസിലിന്റെ തന്നെ ആ പെങ്ങളുടെ കേസ് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ എനിക്ക് ഡൗട്ട് അത് ഞാൻ ഇതിങ്ങനെ ആ പുള്ളി ഇങ്ങനെ പറയുമല്ലോ, ആ പുള്ളി ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ അത് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി വന്നപ്പോഴത്തേക്കും ഫർഹാന്റെ ഒരു ഇരിപ്പുണ്ട്,
എന്നുവെച്ചാൽ ഫർഹാനൊന്നും അറിയാൻ ആ പാടില്ലാത്ത അതെ പൊട്ടനെ അതെ പോലെയാണ് ഇരിക്കുന്നത്. ഫർഹാന്റെ അപ്പൊ ഞാൻ ഓർത്ത് ഇത് ഒന്നും അറിയാൻ ഇനി ഇവൻ പോലെ. ഇവനിനി അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടെങ്കിൽ ഇരിക്കുന്നതാണോ അതോ ഞാനപ്പോ ആദ്യം അങ്ങനെ ഓർത്തു കേട്ടോ. പിന്നെ മനസ്സിലായി ഓക്കെ അത് അങ്ങനത്തെ സംഭവമാണ്. അപ്പൊ ഇതെന്തോ ഇതിൻ്റെ അകത്ത് വേറെ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇന്ന ആളാണ്, ഇന്ന ആൾക്കാണ് ഇന്നത് പറ്റിയത്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോർത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ഇതായിരിക്കും, ഇവരെന്തോ അബദ്ധത്തിന് ഇവരുടെ ഓരോ അതെ അതെ അങ്ങനെയാണ് ഞാനും അതാ ഓർത്തത്. വിചാരിച്ച. പക്ഷെ പിന്നെ കാരണം ഇങ്ങനെ പോലീസ് പിടിച്ചു, പിന്നെ മോനെ എന്തെങ്കിലും ഒരു കേസിന് പിടിച്ചു, അങ്ങനെ ഒരു പിന്നെ രീതിയിൽ. ഇങ്ങനൊരു ഡ്രാമ ഇങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് ഓ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം മനസ്സിലായത്. അതിന് വേണ്ടിയിട്ട് പറയാതെ പറഞ്ഞു വെക്കണുണ്ട്. ബെൻസ് നിനക്ക് എത്ര മക്കളാടാ? എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും, ബെൻസ് നിനക്ക് എത്ര മക്കളാടാ? എനിക്കൊരു മോനും മോളും ആണെന്ന് പറഞ്ഞ് അത് പറയാതെ പറഞ്ഞു വെക്കണുണ്ട് ആ ഒരു കാർ പോണ സീനിൽ തന്നെ. അത് നേരാണ്. പക്ഷെ അത് ഞാൻ നേരെ ഓക്കെ കിട്ടി. പിന്നെ അത് പറഞ്ഞു വെക്കണുണ്ട്. നമ്മള് ശ്രദ്ധിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു വെക്കണേന്ന് പക്ഷേ ശ്രദ്ധിക്കില്ല. പക്ഷെ പറയാതെ പ്രേം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സൺ ആണെന്ന് എന്തിനാണ് അങ്ങനെ സ്റ്റോറിയുടെ അകത്ത് വെക്കണ്ടായിരുന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. ഒറിജിനൽ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഇവന്റെ മകനല്ലല്ലോ, സ്റ്റെപ്പ് സൺ ആണെന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് സ്വന്തം മകനാണെന്ന് പറയുന്നത് കൊണ്ടിട്ടും അങ്ങനെ ഒരു സംഭവം എന്റെ അകത്ത് കൊണ്ടുവരേണ്ട. പക്ഷെ അതെന്താന്ന് വെച്ചാൽ കേസിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങനെ അതിന് വേണ്ടിട്ട് അവരോട് പറഞ്ഞു അത് അങ്ങനെ ചെയ്തേക്കുന്നതാണ് അപ്പൊ പറഞ്ഞു. അപ്പോഴും അവനത് പറഞ്ഞു എന്നാലും അല്ലാത്ത രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞു അത് ചെയ്യാം. അത് എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി ഡ്രാമ ആ ഒരു രീതിയിലേക്ക് അവർ എഴുതിയത് ഫാമിലി ഡ്രാമയായിട്ട് തന്നെ എഴുതിയത് കൊണ്ട് എനിക്ക് തോന്നുന്ന ഡ്രാമയായിട്ട് തന്നെ എഴുതിയതായിരിക്കും. കാരണം ഇപ്പൊ നാട്ടിലും തന്നെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഇപ്പോ അങ്ങനെ ആൾക്കാർ കേസ് അങ്ങനെ അതായത് ആ ഒരു ആംഗിൾ കറക്റ്റ് ആണ്. ആൾക്കാർ അങ്ങനെ ചിലപ്പോ ഇപ്പൊ പോലീസുകാർ തന്നെ ആ ആംഗിള് ചിന്തിക്കുമല്ലോ, കേസ് അന്വേഷിക്കണം വരുമ്പോഴത്തേക്കും ആ ആംഗിള് ചിന്തിക്കാമല്ലോ. അതങ്ങനെ മനസ്സിലായില്ലേ? പിന്നെ അവസാനത്തെ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അവസാനം എന്താ പറയുക, വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പുള്ളിക്ക് എപ്പോഴും സന്തോഷമുള്ള ഓർമ്മകളുള്ള ഒരു വണ്ടിയിൽ ഇനി പുള്ളിക്ക് എന്താ പറയുക, പുള്ളിയുടെ അങ്ങനത്തെ ഓർമ്മയായിട്ട് ആ വണ്ടി മാറുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ നറേറ്റീവ് ഡയലോഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കണ്ണടപ്പിക്കുന്നു, അവിടെ ഇരിക്കുന്നു, പുള്ളി ഒരു എഴുന്നേറ്റ് നിൽക്കുന്നു, മുരുകാന്ന് മേലോട്ട് നോക്കി പറയുന്നു. അത്രേ ഉള്ളു. അത്രേ ഉള്ളൂ. അതാണ് ഡയലോഗ് വേണ്ട. ഡയലോഗിന്റെ വേണ്ട, അത് ആർക്ക് പറ്റൂടാ? അങ്ങനെ കണ്ണീ കൂടെ പരിപാടികൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ആ നറേറ്റീവ് എന്ന് ആലോചിച്ചൊക്കെ, അത്രയും നാളും അവന്റെ സന്തോഷങ്ങളെല്ലാം പോയൊരു വണ്ടിയില് അല്ലെ, അത് അവൻ തന്നെ അവന്റെ മോനെയും കൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കണേ. അത് മുമ്പത്തെ കാര്യം. പക്ഷെ ഈ അവസാനം വരുമ്പോഴത്തേക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇല്ല അവന്റെ മനസ്സിൽ തോന്നുമല്ലോടാ, അവൻ തന്നെയാണ് അവന്റെ മോനെ. അതുണ്ടാവില്ലേ? അത് ഹുക്ക് ചെയ്യുമല്ലോ. മൊത്തത്തിലൊരു പിന്നെ കുറെ പേര് ഞാൻ പറയട്ടെ, എല്ലാവരുടെയും കയ്യിൽ നിന്നും കുറെ പേര് പക്ഷേ ക്ലൈമാക്സ് വാസ് അൺഫിനിഷ്ഡ് എന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടോ. ഞാൻ പറഞ്ഞു ഇനി ഇതിനപ്പുറത്തേക്ക് എന്ത്. എടാ ഞാൻ പറയട്ടെ, എനിക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂല് പറയണുണ്ടായിരുന്നു, ഞാനിത് ഒരു സിംഗിൾ പാർട്ടായിട്ട് ആലോചിച്ച സാധനമാണ്. അപ്പൊ എനിക്ക് അതാണ് കറക്റ്റ് എൻഡിങ് എന്ന് എനിക്ക് ഫീൽ. അതായത് എൻഡിങ് അതാണ് എൻഡിങ്, അതായത് നമ്മൾ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പുള്ളി പറയണുണ്ടല്ലോ, പുള്ളി ഒറ്റ വാക്കിൽ തീർക്കുന്നുണ്ട്, ഞാൻ എന്റെ മോനെ കൊന്നിട്ടില്ല, പക്ഷെ എന്റെ മോനെ കൊന്നവരെ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ. കോടതി കയറുന്നു, കോടതി ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞ് നിരപരാധിയായിട്ട് വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള അങ്ങനത്തെ പരിപാടി. ആക്ച്വലി അതാണ് ആക്ച്വലി ടിപ്പിക്കൽ പരിപാടി. ഇത് അങ്ങനെ ടിപ്പിക്കൽ പരിപാടി എന്ന് പറയുന്നത്. സത്യം. അല്ല റെസ്റ്റ് ഈസ് എല്ലാം നമുക്ക് തന്നെ പറയാൻ പറ്റും റെസ്റ്റ് എന്താ നടക്കാൻ പോണ. അതെ, റെസ്റ്റ് നമുക്ക് എന്താണെന്നറിയാം. റെസ്റ്റ് ഈസ് വേറെ എത്രയോ സിനിമകളിൽ വന്നിട്ടുണ്ടാവും അല്ലേ? എന്തായാലും നമ്മള് പണ്ടോട്ട് അങ്ങനത്തെ ഇതാണ്, അതാണ് ടിപ്പിക്കൽ സംഭവം.
ഇതങ്ങനെ ടിപ്പിക്കൽ സംഭവം നമുക്ക് പറയാൻ പറ്റൂല. ആ ഡയറക്ടറിന്റെ ഒരു പോകുന്ന ബ്രില്യൻസ് ആണ്. അവിടെ അങ്ങോട്ടാണ്, നിർത്തുക. അതെ, അവിടെ വെച്ച് അങ്ങോട്ട് അതെ, നിർത്തുക. ആ നടന്ന ആ കോടതിയിലേക്ക് കേറി നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിർത്തുക. ആ ഫെയ്ഡ് ചെയ്ത് തന്നെ ആ ഫെയ്ഡ് ആയി നിർത്തുക. അതാണ് അത് പാട്ടുകൾ, ആ പാട്ടുകൾ തന്നെ പാട്ടെനിക്ക് നമുക്ക് ആ ഇമോഷൻ. പാട്ടെനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിലെ പാട്ട് ഓർക്കുന്നുണ്ട്, പിന്നെ ഉള്ളതെല്ലാം ഒരു ബീജിയം പോലെയൊക്കെ ആയിരുന്നു. അല്ലല്ല, ഇതുണ്ടായിരുന്നു. ഏതാ ഇപ്പൊ ഞാൻ നേരത്തെ പാടിയതില്ലേ, അതായത് മിഴിയോരം ആ അതെ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ അതൊക്കെ അതിന്റെ ഒരു ഒഴുക്കിനങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെ അതാ ഞാൻ പറഞ്ഞ, അത് നമുക്ക് ഫീൽ ആവില്ല. ആ പാട്ട് ആ അതെ, അവിടെ ഇമോഷനിലൂടെ ക്യാരിയായി. ആദ്യത്തതൊക്കെ പക്ഷെ നമുക്കൊക്കെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നൊക്കെ അത് ഓർത്തിരിക്കും. പക്ഷെ പിന്നെ വന്നതെല്ലാം ആ ഒരു തെയ്യമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്, അതാണ് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളതാണ്. അയ്യോ, ഹോണ്ടിങ് ആയിട്ടുള്ള സാധനം. എനിക്ക് ആ മറ്റേ നമ്മള് ട്രെയിലറിൽ കണ്ട പോലെയുള്ള സാധനം, അതായത് ആ കാർ ഇട്ടിട്ട് ആ മഴയത്ത് ആ നിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ എല്ലാം വികാരം, അതായത് ഒന്നുമില്ല, പുള്ളിയുടെ ആ നിപ്പിലറിയാം. എന്റെ മോനെ നീയൊക്കെ എന്താ. അവിടെ ഒരു സാധനമുണ്ട്, അവിടെ ഒരു സാധനമുണ്ട്, ആ നിക്കുന്ന നിപ്പിലൊരു സാധനമുണ്ട്. ഫർഹാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഈ പുള്ളി അപ്പുറത്തേക്ക് അപ്രോച്ച് ചെയ്ത് വളരെ ആ പുള്ളിയുടെ ടിപ്പിക്കൽ ആ നോർമൽ ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സാധനത്തിൽ അങ്ങനെ നടന്നങ്ങാട്ട് ചെല്ലും. പെട്ടെന്ന് ഇവന്റെ വായിന്ന് വരുന്നത് കേൾക്കുമ്പോഴത്തേക്കും അപ്പൊ തന്നെ എന്റെ മോൻ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷിഫ്റ്റ് വരും. അതൊരു സെക്കൻഡ് കൊണ്ട് ഷിഫ്റ്റ് വരും. അത് വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും, എനിക്കറിയാൻ പാടില്ല. വേറൊരു സംഭവം എന്ന് പറയട്ടെ, ഇപ്പൊ നമ്മുടെ അതായത് ആ സീൻ എങ്ങനെ പറയടാന്ന് വെച്ച് കഴിഞ്ഞാ, ഈ സ്റ്റേഷനില് നമ്മുടെ ഇവനെ, അതായത് നമ്മുടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളീനോട് ചോദിക്കുമല്ലോ, ബിനു പപ്പി ചോദിക്കില്ല, എന്റെ മോന്റെ വണ്ടി ആണ് സാറേ അതെന്ന് പറയുമ്പോഴത്തേക്ക്, അതിവിടെ വർഷങ്ങളായിട്ട് ഉള്ള വണ്ടിയാണ് എന്ന് പറയുമ്പോഴത്തേ അപ്പോഴത്തേക്കും അപ്പൊ തന്നെ പുള്ളിക്കൊരു ഡൗട്ട് അടിക്കണുണ്ട് അല്ലെ. അപ്പൊ ഞാൻ വിചാരിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തോ വണ്ടി കേസ് വന്നിട്ട് അറിയാതെ പുള്ളിയുടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റി എന്നുള്ള സെറ്റപ്പ് അങ്ങനെ തന്നെ വിചാരിക്കണം. പക്ഷെ ആ ഒരു നറേറ്റീവ് അവര് പിന്നെയും ഡ്രാമയിലേക്ക് ആ കുറച്ച് ചേഞ്ചസ് വരുത്തിയത് ആ രസം ഉണ്ടായിരുന്നു. അവസാനം ആകുമ്പോഴത്തേക്ക് ഇവര് കംപ്ലീറ്റ് ഇതിന്റെ പിക്ചർ റിവീൽ ചെയ്യുമല്ലോ. അപ്പൊ ആ റിവീൽ ചെയ്യുന്ന സമയത്ത് ഞാനോർത്ത് നേരത്തെ ഒന്ന് കാണിച്ചാണല്ലോ ഇവർക്ക് കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയതാന്നുള്ള രീതിയിൽ കഴിഞ്ഞ കാണിച്ചത്, പിന്നെ ഇത് എന്തിനാ കാണിക്കുന്നതെന്ന് ഞാൻ ഓർത്ത്. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഇങ്ങനെ ഒരു സാധനം വരുന്നത്. അപ്പൊ ഞാൻ ഇതെന്തപ്പോ ഇത് അങ്ങനെ മറ്റേ ആ കമ്പത്ത് വെച്ചുള്ള ഹോട്ടൽ സീനില് ഫർഹാനെ ക്യാമറ ഷേക്ക് കമ്പത്ത് വെച്ചുള്ള ഇതില് മറ്റേ ഫുഡായിട്ട് വന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പൊ ഡോറ് തുറന്നു കഴിഞ്ഞ് ഫുഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കണം ഫുഡാന്നും പറഞ്ഞ് ഞാൻ ഇരിക്കണം, അതെ എടുത്ത് ഫുഡ് വാങ്ങിച്ചോണ്ട് വരുവാണ് എന്നുള്ള സെറ്റപ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഏതായിരുന്നു അറിയാം. അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം, SI ജോർജ് സാറിന്റെ കോൾ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണില്ല. ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും, അതായത് പെട്ടെന്ന് ആ ക്യാമറ ഫോണിലേക്ക് വന്ന് ഫോക്കസ് ആയിട്ട്, ഞാൻ കമ്പത്തുണ്ട് സാറേ ഇങ്ങോട്ട് പോര് എന്നുള്ള സാധനം ഉണ്ടല്ലോ. അവിടെ വെച്ചിട്ട് അവന്റെ കയ്യെ പിടിച്ച ഇത് കാണിക്കൂല്ലേ, അത് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. എന്നുവെച്ചാൽ നമ്മള് നോർമൽ മറ്റേ മാർക്കോടകത്തൊക്കെ വെട്ടുന്ന കീറുന്ന ഇങ്ങനത്തെ സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ചുമ്മാ നമ്മൾ മറ്റേ കേക്ക് വോക്ക് പോലെ ഇങ്ങനെ കണ്ടിങ്ങനെ വെറുതെ വെട്ടുന്നു കീറുന്നു ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് ചുമ്മാ ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് അതാണ് ഒരു സീനിനെ ഇന്റൻസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന പറയുന്നത്. അതെ, പക്ഷെ അത് കാണിച്ചിട്ട് അവിടെ മോഹൻലാലിന്റെ ഫേസിലെ ക്ലോസ് വെക്കണ, ലാലേട്ടന്റെ ഫേസിൽ ക്ലോസ് വെക്കണ വേറെ ഏത് നടന് അല്ലേ ആ ക്ലോസ് വെച്ചിട്ട് അത് മതി. അതിലിന്ന് നമുക്ക് മനസ്സിലാവും പുള്ളി അത് എൻജോയ്, അതായത് തന്റെ മകനോട് ചെയ്തതിനുള്ള ആ ഒരു സാധനം അവിടെ ആ പുള്ളി പെട്ടെന്നൊരു ഭ്രാന്തനെ പോലെ ആയി എന്നുള്ള സാധനം അവിടെ നമുക്ക് ശരിക്കും പിന്നെയും രജിസ്റ്റർ ചെയ്ത് തരുക. അങ്ങനത്തെ കുറെ സംഭവം ഉണ്ട് ഇതിന്റെ അകത്ത്, അങ്ങനത്തെ കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ സാധനമുണ്ട് സെക്കൻഡ് ഹാഫില്. നമുക്ക് പറയാനായിട്ട് കുറെ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് അയ്യോ പിള്ളേരാരും ഇല്ലാണ്ട് പോയി, എല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് ചർച്ച നടത്തിയിട്ട് ആ EVM-ന്റെ അപ്പുറത്ത് കുറെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ.
അപ്പൊ അവിടെ അതെ 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 അവിടെ പോയിട്ട് അവിടെ അവർ അതിനൊക്കെ പക്ഷെ അവർക്ക് ആക്ച്വലി ആ ഒരു സ്പേസ് ഇങ്ങനെ ഒരു ലേസർ സോൺ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ വല്ലയിടത്തൊക്കെ അങ്ങനെ ഉണ്ടോ? PVR-ലുണ്ടല്ലോ അങ്ങനത്തെ പരിപാടിയൊക്കെ. VVR പുറത്തുണ്ടല്ലോ, ഈ പുറത്ത് പുറത്ത് ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടൊക്കെ. ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ആ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം മാളിലെ ഇപ്പൊ ഇവർക്ക് ഞാൻ അത് പറയട്ടെ, ചെയ്യാൻ ഇപ്പൊ പറ്റും. കാരണം ഇവർക്ക് സ്പേസും ഉണ്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട്. എന്ന് വെച്ചാ അവിടുത്തെ മൊത്തത്തെ ആ സെറ്റിങ് കൊള്ളാം. അവർ നല്ല സീറ്റൊക്കെ ഇട്ട് കുറച്ച് ഇങ്ങനെ കുറെ പ്രോപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ പിള്ളേർക്ക് ഇത് കഴിയുമ്പോൾ വന്ന് ഇരിക്കാം. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ ആൾക്കാർ വന്നൊക്കെ ഇരിക്കും. അതെ അതെ. അത് ഞാനങ്ങനെ ഇത് കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓർത്ത് അതിനോട് ഇപ്പം ആരും ഇല്ലായിരുന്നു ചർച്ച നടത്താനായിട്ട്. എനിക്കാണെങ്കിൽ ചർച്ച നടത്തുകയും വേണം, അതെ എനിക്ക് പോഡ്കാസ്റ്റും പോകണം. നിങ്ങളാരും കണ്ടിട്ടും ഇല്ല. ഞാനാണെങ്കിൽ FTFS കണ്ട് എന്നുവെച്ചാൽ അറിയാമല്ലോ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം പ്രതീക്ഷിച്ച് പോയപ്പോഴത്തേക്കും ദൃശ്യം പോലത്തെ ഒരു ഐറ്റം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ ദൃശ്യമൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഐറ്റമാണ്. നമുക്ക് ആ പ്രായത്തിൽ നമുക്കൊന്നും പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ലാലേട്ടൻ എന്തുകൊണ്ടാണ് ദൃശ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, ലാലേട്ടൻ പറഞ്ഞു ഇതൊരു ദൃശ്യം പോലെ, അതൊരു ദൃശ്യം പോലത്തെ പടമാണ് എന്ന് പറഞ്ഞായിരുന്നു. ഭരദ്രാജിന്റെ ഇന്റർവ്യൂലാണെന്ന് തോന്നണം അത് പറഞ്ഞത്. ദൃശ്യം എന്ന് പറഞ്ഞപ്പോഴാ ഇനിയിപ്പോ ഇതിന്റെ റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ചിട്ട് നോർത്തിൽ നിന്ന് കുറേമാര് വരും. രഞ്ജിത്തിനെ എന്റെ മുമ്പിൽ കണ്ട ഞാൻ പറയും, അവന്മാരൊരു ഭാഗം തരാന്ന് പറഞ്ഞാലും കൊടുത്തേക്കരുത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവര് വേറെ പോയി ഒറിജിനൽ സാധനം എഴുതട്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ എടുപ്പൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോ അജയ് ദേവ്ഗണും അതുപോലെ വെങ്കടേഷും അല്ല മറ്റേ അവനുണ്ടല്ലോ, അയ്യോ വെങ്കടേഷ് അല്ലേ തമിഴ് തെലുങ്ക് ചെയ്യണത്. സൽമാൻ അത് അവിടുത്തെ ഞാൻ പറഞ്ഞ ഹിന്ദിയില് അജയ് ദേവ്ഗൺ മാത്രല്ല, നമ്മുടെ മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ സൈഫ് അലിഖാനും ഉണ്ട്. പിന്നെ ഇങ്ങേരുണ്ടാ ഇതിന്റെയൊക്കെ പേര് തന്നെ സൽമാൻ ഖാൻ, അമീർ ഖാൻ അല്ലല്ല നമ്മുടെ നമ്മുടെ മറ്റേ കഴിഞ്ഞിടക്ക് ഒരു ഹെലികോപ്റ്ററൊക്കെ എടുത്ത് പൊക്കുന്നൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അക്ഷയ് കുമാർ. അക്ഷയ് കുമാറൊക്കെ ഇതിനു വേണ്ടി മാത്രം നടക്കുന്ന ടീമാണ്. വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് കണ്ടന്റ് എടുക്കുക, എന്നിട്ട് ഈച്ച കോപ്പി അടിച്ച് ഇവിടെ ചെയ്യുക, അതൊക്കെ തന്നെ അവർക്ക് ഒറിജിനൽ എഴുത്ത് പരിപാടി. ഇപ്പൊ അജയ് ദേവ്ഗൺ എന്താ ചെയ്യണ, ദൃശ്യം 3 നമ്മൾ ഇറക്കണതിന് മുമ്പ് ഇറക്കാനുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കണേ. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ? മലയാളത്തിൽ നിന്ന്. എന്നിട്ട് അതിൽ നിന്ന് അത് 3 അവര് നമ്മൾ ഇറക്കണതിന് മുമ്പ് ഇറക്കാൻ വേണ്ടി ഇറക്കട്ടെ. ജിത്തു ജോസഫ് ചെയ്യുന്ന പോലെ ഒന്നും വരാൻ പോകുന്നില്ലല്ലോ. എനിക്ക് ടെൻഷനുണ്ട് കാരണം രണ്ടെണ്ണം നല്ലോണം എടുത്തു വെച്ച് ഇനി 3 എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അപ്പുറം നിക്കാൻ പറ്റുമോ എന്നൊരു സാധനമുണ്ട്. ആക്ച്വലി ഈ പറഞ്ഞ തരുമൂർത്തിയുടെ കാര്യം പറഞ്ഞ അതെ, പുള്ളിയുടെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് എനിക്ക് അതാണ്, മറ്റേ എന്താണ് ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ ജയറാമിന്റെ മോനൊക്കെ വെച്ചിട്ട്, ഷൂട്ട് ചെയ്ത് അത് വർക്കാവുന്നല്ല, അത് മൊത്തത്തിൽ കയ്യിൽ പോയതാ. പുള്ളിയുടെ ആണോന്നൊരു സംശയമുണ്ട്. പിന്നെ രണം പിന്നെയും കണ്ടൊക്കെ ഇരിക്കും. രണമല്ലല്ലോ, ഊഴം. ഊഴം ഓഫ് എല്ലാം രാജുവേട്ട തമാശ. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട കൂമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, ആസിഫ് അലിയുടെ. ഇനിയിപ്പോ ആസിഫ് അലിയുടെ പുതിയ പടം തന്നെ ഉണ്ടല്ലോ, അതും മറ്റേ അപർണ ബാലമുരളി ത്രില്ലർ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം പിന്നെ പുള്ളി ഇതുപോലെ ഡ്രാമ ചെയ്തിട്ടുണ്ടല്ലോ, മറ്റേ എന്താണ് ദിലീപിനെ വെച്ചിട്ടൊരു ഡ്രാമ ചെയ്തിട്ടുണ്ട്. അതെ മറ്റേ നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി. അത് നല്ലതാണ്, പക്ഷേ അത് നല്ലതാണ്. പുള്ളി ത്രില്ലറിലാണ് പുള്ളിക്കൊരു അപ്ഹോൾഡ്, അതായത് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ത്രില്ലറാണ്. അത് പുള്ളിക്ക് ത്രില്ലർ പറ്റും.
ഇനി റാമുണ്ട്, ദൃശ്യം 3 ഉണ്ട്, ജിത്തു മാധവന്റെ പടമുണ്ട്. നല്ല നല്ല അത് ഡയറക്ടേഴ്സിന് ഇതുപോലെ നമുക്ക് നെഞ്ചും വിരിച്ച് ജിത്തു മാധവന്റെ പരിപാടി സെറ്റ് ആയിരിക്കും. അങ്ങൊരു ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓർത്തു, എന്റെ പൊന്നു ലിജോ ജോസേ. അല്ല, വാലിബൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ വലിയ കുറ്റം പറയുന്ന അതല്ല, അത് അയാളുടെ ഒരു സ്റ്റൈലിൽ അങ്ങനെ പരിപാടി നടത്തിയേക്കുന്നതാണ്. പക്ഷെ പുള്ളി ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളി ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ കൊമേഴ്ഷ്യലിയും അതുപോലെ ആർട്ടിസ്റ്റിക്കലിയും ഉള്ളൊരു ആൾ വെച്ചിട്ടാണ് പരിപാടി ചെയ്യാൻ പോകുന്നത്. ആമേനൊക്കെ ചെയ്ത പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പുള്ളി ചെയ്യണമായിരുന്നു. എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ എല്ലാവർക്കും. ലിജോ ജോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്, സെൽഫ് ട്രോൾ പരിപാടികൾ തുടരുമ്പോഴുള്ള അതൊക്കെ വെട്ടിയിട്ട താഴത്തണ്ട് പോലെ പുള്ളി തന്നെ പുള്ളിയുടെ പടങ്ങളെല്ലാം എടുത്ത് അങ്ങ് കളിയാക്കുമായിരുന്നു. അത് ആക്ച്വലി സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ തന്നെ മക്കളെ ഇത് കേട്ട് മടുത്തിന്, നിങ്ങൾ നിർത്ത്. അതെ, കഞ്ഞി എടുക്കട്ടെ, ഒന്ന് പോയടി അവിടെ ഒന്ന്, കഞ്ഞി എടുക്കട്ടെ, നിങ്ങളിത് നിർത്തിയത് കേട്ട് പുള്ളി തന്നെ മടുത്ത് എന്നുള്ള സെറ്റപ്പാണത്. തുടക്കം തൊട്ട് ആദ്യത്തെ ഡയലോഗ് തന്നെ ഇതാണ്, ഏജന്റ് എക്സ്. അതെ അതെ, തുടങ്ങുമ്പോ തന്നെ അതാണ്. ഏജന്റ് എക്സ് ഇവിടെ ഉണ്ടോ? പിന്നെ അങ്ങനത്തെ കൊറേ ഉണ്ട്. മറ്റേ മലൈക്കോട്ടൻ വാലിബനിലെ എന്തോ ഒരു സാധനം അതിൽ ട്രോൾ ചെയ്തിട്ടില്ലേ? അത് ഇടക്കുണ്ടായിരുന്നു. അത് ഏത് സാധനമായിരുന്നു? നിജം ഇനി കാണാം. അങ്ങനെ കൊറേ സെൽഫ് സെൽഫ് ട്രോൾസ് അത് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ സാധനം വന്നു. കറക്റ്റ് എവിടെയല്ല പ്ലേസ് ചെയ്തേക്കുന്നത്, പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ട് ചുമ്മാ മറ്റേ പരിപാടിയില്ല. ചുമ്മാ വെറുതെ വന്ന് ചുമ്മാ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി അങ്ങനത്തെ സെറ്റപ്പ് ഇല്ല. കറക്റ്റ് സ്പേസിൽ കൊണ്ടുവന്ന പരിപാടി എടുത്തേക്കും. ഞാൻ ലാസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവണം. എനിക്ക് ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞു പോയി ആ ലാസ്റ്റ് ആ സൗണ്ടും ലാലേട്ടന്റെ ആ ഒരു അവരോട് പറയണ സംഭവമൊക്കെ കഴിഞ്ഞ് കണ്ണാകെ നമുക്ക് ആകെ വല്ലാണ്ടായി പോകും. അതായത് അയ്യോ, അങ്ങനത്തെ സംഭവമല്ല. എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധനം ഇങ്ങനെ കണ്ടു, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടു, ആ ഒരു ഫീലായിരുന്നു. അതുപോലെ തന്നെ ബിനു പപ്പു, എനിക്ക് ഷാജോണിന് ഓർമ്മ വന്നു. ബിനു പപ്പു മറ്റേ കൊച്ചിനെ അടിച്ച് പൊക്കുമ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു അവരോട്. പക്ഷെ ഷാജോൺ അത് വേറെ സാധനമാണ്, അത് വേറെ മൂഡ്. അല്ല സത്യം അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഇത് അല്ല, അത് ഇത് മറ്റേ സാധനം. സാറേ വണ്ടിയില്ല, കിട്ടൂല, സാറേ ഇത് തരൂല. രീതിയില് ആ ക്യാരക്ടറിന്റെ പരിപാടി. പക്ഷെ അത് ഷാജാൻ തുടക്കം തൊട്ടേ അങ്ങനത്തെ പരിപാടി വെറുപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാ ചായക്കടയിൽ പോയിരുന്നു ഒക്കെ അത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ ഇവന്റെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണില്ല. നമ്മളിങ്ങനെ ഇയാളിങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ എന്തോ ഒരു അണ്ടർലൈൻ പരിപാടി അവിടെ ഉണ്ട്. കാരണം ആ മുഖം ഇടിച്ചതിന്റെ ഇതാണെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. മാത്രല്ല, അത് നമ്മൾ തുടക്കത്തിൽ, അത് കഴിഞ്ഞിട്ട് ഇവര് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുമല്ലോ. അതെ 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 അതെ. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ആനയെ വെച്ചിട്ട് സിംബലൈസ് ചെയ്യുന്ന പരിപാടി, സിംബലൈസ് ചെയ്യണ അതും ഒരു അന്യായ പരിപാടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ കൊന്നത് കാട്ടിലെ രാജാവാണ്. കാട്ടിലെ രാജാവ് കൊന്നപ്പോ ബാക്കി മൃഗങ്ങളും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കൊരു സംഭവം. ഞാനിപ്പോ കുറച്ചു മുമ്പ് ഒരു ഇത് കണ്ടായിരുന്നു, ഒരു ചില്ല് പൊളിച്ചിട്ട്, മറ്റേ പോലീസ് സ്റ്റേഷന്റെ ചില്ല് പൊളിച്ചിട്ട് ഒരു സിംഹം. പക്ഷെ അത് സിംഹമല്ല, ഇത് ആനയാന്ന് ഇവന്മാർക്കൊന്നും കണ്ടിട്ട് മനസ്സിലായി. സിംഹമല്ല, ആനയാണ് വന്നത്. കാരണം സിനിമയുടെ തുടക്കത്തിൽ ഈ സംഭവം എഴുതി കാണിക്കട്ടെ, ഇങ്ങനെ എന്താണ് ഒരുമിച്ച് ആനകളുടെ ആന ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാട് മൊത്തം കൂടെ വരുമെന്ന് പറയുമല്ലോ. കൂടെ വരും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം
അത് ഞാനപ്പോ ഓർത്ത് ഈ വെച്ചത് നമ്മള് അതൊക്കെ കണ്ട സമയത്ത് ഞാൻ ഓർത്ത് വെച്ചത് ഇങ്ങനെ മറ്റേ ലാൻഡ് സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനോർത്ത് ഇവര് ഫാമിലി ഇതിനിടയിൽ എന്തൊക്കെയോ പെട്ടുപോകും, മലയും കുഞ്ഞിന്റെ വേറെ. ഞാനും അതെ അതെ. അപ്പൊ വല്ല മറ്റേ ആന, ഈ കഴിഞ്ഞിടക്ക് മറ്റേ ആന വന്ന് നിന്നിട്ട് മറ്റേ എന്താ പറയാ, ഈ ഉരുൾപൊട്ടൽ വന്നപ്പോഴത്തേക്കും ആന ഏതോ ഇവരിങ്ങനെ കാത്തണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ അതുപോലെ ആനപ്രേമികൾക്ക് സുഖിക്കാനുള്ള എന്തോ പരിപാടിയായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. ഇത് ഇങ്ങനത്തെ ഒരു കാര്യമാണ്. പക്ഷെ ആ തുടക്കത്തില് ഈ രണ്ടാനക്കുട്ടി, ആനയും പിന്നെ അതിന്റെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ കാണിക്കുമ്പോ ഇതെന്തോ ഒരു ഈ ഇൻസിഡന്റും അതും തമ്മിൽ എന്തോ സംഭവം ഉണ്ട്, അങ്ങനെയാണ് ഓർത്ത് വെച്ചത്. പാരലായിട്ട് കാണിച്ചു പോകുന്നു. അതെ, ആ നറേറ്റീവ് രസമുണ്ടായിരുന്നു. എനിക്ക് വേറെ രസം തോന്നിയത് മണിയമ്പിള്ള രാജു കുറെ നാൾക്ക് ശേഷമല്ലേ പുള്ളിയും ലാലേട്ടനും കൂടിയുള്ള സാധനമൊക്കെ. പുള്ളിയോടെ ഉണ്ടായിരുന്നു. കൊറേ പേര്, കൊറേ ആക്ടേഴ്സ്, കൊറേ പേര് ഇപ്പൊ ഗസ്റ്റ് റോൾ ആയിട്ട് വന്നവരാണെങ്കിലും അവരൊക്കെ കറക്റ്റ് ആയിട്ട് അല്ലേ. അയ്യോ, വേറൊരു സീൻ എനിക്ക് ഏറ്റവും പേടിയെന്നല്ല, പുള്ളി അത് പുള്ളി ഉദ്ദേശിച്ച, ഡയറക്ടർ ഉദ്ദേശിച്ച സാധനം, അതായത് മകള് അവനായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് അച്ഛൻ വീട്ടിൽ വന്ന് ബാത്റൂം തല്ലി പൊളിക്കുമല്ലോ, അത് കഴിഞ്ഞ് നാക്കിട്ട് കാണിക്കുന്ന ഒരു സാധനമുണ്ട് പുള്ളി. പിന്നെ അയാള് നാക്കിട്ട് കാണിക്കണ എന്റെ മോനെ, അങ്ങനെ കേടുവാണ് കേട്ടോ അത്. ഇതിനിപ്പോ കൊറേ പേര് പുള്ളിനെ എടുത്ത് പറയും, പുള്ളി അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല വേറൊരു സാധനം, എന്തുകൊണ്ട് ശോഭന വലിയ ഒന്ന് മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭനയ്ക്ക് അങ്ങനെ, പക്ഷെ എന്തുകൊണ്ട് ശോഭന ആ റോള് ജ്യോതിക ചെയ്യാനിട്ടെന്ന് വെച്ചാ ഞാൻ ഓർത്ത് എന്റെ പൊന്നോ. ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പറയണത് അത് ശോഭന ചെയ്താലേ നടക്കുള്ളൂ. കാരണം ആ ജോർജ് എന്ന് പറഞ്ഞ സാറ് റൂമിലേക്ക് കയറി വന്നിട്ട് ഒരു നോട്ടമുണ്ട്. പക്ഷെ അവിടെ ഞാൻ വേറൊരു സാധനമൊക്കെ ഓർത്തായിരുന്നു കേട്ടോ, ഇവിടെ എന്തോ ഒരു ഫൈറ്റ് ചെയ്യുമെന്നല്ല ഞാൻ ഓർത്തത് ഒരു എന്തേലും ഒരു മാസീവ് എലമെന്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം കാണിക്കുമെന്ന് ഞാൻ ഓർത്തായിരുന്നു. കാരണം ഒരു രണ്ട്, അതായത് വിജയ് സേതുപതിയുടെ ഭാര്യ ആയിരുന്നല്ലോ. ഏജന്റ് ടീനെ ഒന്നും ആക്കാൻ പറ്റൂല എന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം കാരണം അത് അങ്ങനെ തന്നെ എഴുതി വന്നേക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഏജന്റ് ടീനൊക്കെ വന്ന് നമ്മൾ തന്നെ ഓർത്തു ഇതെന്തോന്ന് ഇത്. അതെ. പക്ഷെ ആ കണ്ണുകൊണ്ട് നമ്മള് ആ കണ്ണുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തു. പക്ഷെ അത് മതി. അല്ല, അതാണ് ആ ക്യാരക്ടർ ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല, ആ സാധനം ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. അവിടെ ചോദ്യനൊക്കെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ. അതെ, ഞാൻ ഇപ്പോഴും ഓർക്കണം. ചന്ദ്രമുഖി. അതെ, അല്ല നീ ഓർക്കണണ്ട, അതായത് ശോഭന കണ്ണ് മിറിച്ച്, അതായത് ആ മറ്റേ ചിലങ്കയുടെ കാര്യം പറയുമ്പോഴത്തേക്കും കണ്ണ് മിഴിച്ചിട്ട് ഓരോ ഇതാണ് നെറ്റിച്ചുട്ടി ഓരോ കാര്യങ്ങൾ പറയുമ്പോ കണ്ണിലൊരു ഇതുണ്ടാവുമല്ല, ആ സാധനം ജ്യോതിക ചെയ്ത് ഓർക്കണോണ്ടാ ചന്ദ്രമുഖിയില്. ഞാൻ പറയും പെർഫെക്റ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് എല്ലാം. കാസ്റ്റിംഗ് ഒന്നും പറയണ്ട, എല്ലാം. സ്റ്റോറി കിട്ടില്ല, മറ്റേ ഇത് ഏതിലാ പറയണ, സ്റ്റോറി കിട്ടില്ല അല്ലെ, പവർ റാണി എന്താണ്, ഏതിലാണ് ഇത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം പറയണ പോലെ, തീയാണ് ഇതിന്റെ ഡയറക്ടർ, തീയാണ് ഇതിന്റെ കാസ്റ്റ്, തീയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. നെയ്മ്പോളി പറയില്ലേ. സത്യം തുടങ്ങി രജപുത്രന്റെ മറ്റേ സംഭവം, അവരുടെ മറ്റേ ടൈറ്റിൽ കാർഡ് അത് എഴുതി കാണിക്കുമല്ലോ, അപ്പൊ തന്നെ ഒരു എന്തോ ഒരു നല്ല സംഭവമാണ് ഉണ്ടാകാൻ പോണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ കാര്യത്തിൽ പറഞ്ഞ അതങ്ങനെ എഴുതി വന്ന് അവരുടെ പേരൊക്കെ എഴുതി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ക്ലാസിക്, രജപുത്ര ക്ലാസിക്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പഴയ കുറെ സിനിമയുടെ മോണ്ടേജ് വരുമല്ലോ, അവസാനം ഈ പടം ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ആ രസം ഉണ്ടായിരുന്നു. അതീന്നൊരു വീട്ടിലേക്കുള്ള ട്രാൻസിഷൻ, അതും രസം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. എന്തോ നല്ല പരിപാടിയാണ് അല്ലേ. ഞാൻ ശ്രദ്ധിച്ചില്ല, വിജയ് സേതുപതിക്കൊക്കെ താങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ താങ്ക്സ് കാർഡൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാനോർത്ത് സേതുപതിനെ കാണിക്കുമെന്ന്.
ഞാനും വിചാരിച്ച് ഒരു ഇതിലെങ്കിലും കാണിക്കുമെന്ന്. പക്ഷെ കാണിച്ചില്ല. എല്ലാവരും, അതായത് തമിഴ്നാട്ടിൽ തമിഴ് ആക്ടേഴ്സ് വന്നതാണെങ്കിൽ അവരൊക്കെ അടിപൊളിയായിട്ട് അവരെന്താണ് അത് ആ സാധനമൊക്കെ. അതെ അതെ. നമ്മുടെ എന്താണ് ഭാരതി രാജ എന്നാണ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ പേര് നമ്മുടെ ഇതിന്റെ അകത്ത് ഫോർ മൈ ബോയ്. അതെ അതെ, നമുക്കതാണ് വരുന്നത്. ഫോർ മൈ ബോയ് സീസർ, അതാണ് നമുക്ക് വേണ്ടി വരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം കുറെ നാൾക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് നെഞ്ചും വിരിച്ചൊക്കെ അല്ലേ. നെഞ്ചും വിരിച്ചല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് പോയി കാണ് എന്ന് പറയാൻ പറ്റുന്നൊരു ഒന്നും നോക്കണ്ട, പോയി കാണുന്നുള്ള രീതിയിൽ ഒന്നും പറയാനില്ല, ചോദ്യങ്ങളില്ല. ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു പോയി കാണ് എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനത്തെ ഒരു സാധനം അന്തരം കൊള്ളാം. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഒരു സമാധാനായി. ചർച്ച നടത്തി, ഇപ്പൊ സമാധാനായി. ചർച്ച നടത്തി, എനിക്ക് സമാധാനായി. അപ്പോ നിതിന്റെ കാര്യം പറഞ്ഞു. നമ്മളിവിടെ നിന്ന് നിതിൻ ഇല്ല, നിതിൻ സാർ ഇന്ന് ബിസിയാണ്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. വളരെ തിരക്കായത് കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഇന്നുള്ളൂ. അതെ, സിനിമ കണ്ടോന്നും അറിയില്ല. സമയം പോയ അത് മാത്രല്ല, സംസാരം പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂർ മേലെ സംസാരിച്ച്. രസാണ്. അപ്പൊ നമ്മള് ഒന്നേ പറയുള്ളൂ, മലയാളത്തിന്റെ ലാലേട്ടൻ തുടരും, ഇനിയും തുടരും. അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് അർജുൻ ആൻഡ് CK സൈനിങ് ഓഫ് ഫ്രം എക്സ്ട്രാ ലൗഡ്.